കറണ്ട് അഫയേഴ്സ് ചോദ്യോത്തരങ്ങൾ 2017 ജനുവരി 13 മുതൽ 15 വരെ. ലോകത്തിലെ ആദ്യ ജെൻഡർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വേദിയാകുന്ന നഗരം പട്ന. ഇന്ത്യയുടെ രണ്ടാമത്തെ സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനി INS ഖണ്ഡേരി. അടുത്തിടെ ചൈനയിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ പുതിയ ആൾക്കുരങ്ങ് സ്കൈ വാക്കർ ഹൂലോഗ് ഗിബ്ബോൺ. അടുത്തിടെ ഒഡീഷയിൽ ചാന്ദിപ്പൂരിൽ നിന്നും വിജയകരമായി പരീക്ഷിച്ച ഗൈഡഡ് റോക്കറ്റ് പിനാക്ക മാർക്ക് 2. സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര യുവജന കായിക മന്ത്രാലയം നടത്തുന്ന നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന്റെ പ്രമേയം യൂത്ത് ഫോർ ഡിജിറ്റൽ ഇന്ത്യ. ടാറ്റ ഗ്രൂപ്പിന്റെ പുതിയ ചെയർമാൻ N. ചന്ദ്രശേഖരൻ. വാഗ്ഭടാനന്ദ പുരസ്കാരത്തിന് അർഹനായത് MD വാസുദേവൻ നായർ. TCS ന്റെ പുതിയ CEO രാജേഷ് ഗോപിനാഥൻ. ഇന്ത്യയിൽ ആദ്യമായി സർവീസ് ആരംഭിച്ച സൗരോർജ ബോട്ട് ആദിത്യ വൈക്കം തവണക്കാട്. സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ക്യാൻസർ സെന്റർ MVR ക്യാൻസർ സെന്റർ കോഴിക്കോട്. ആഭ്യന്തര വിമാനയാത്രകൾക്ക് വനിതകൾക്കായി സീറ്റ് സംവരണം ആരംഭിച്ച എയർലൈൻസ് എയർ ഇന്ത്യ. ഇന്ത്യയുടെ പ്രൊഫഷണൽ ബോക്സിംഗ് താരമായ ആദ്യ വനിത സരിത ദേവി. അടുത്തിടെ H5N8 പക്ഷിപ്പനി വിമുക്ത നഗരമായി പ്രഖ്യാപിച്ചത് ന്യൂഡൽഹി. 2017 ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഡിസേബിലിറ്റി കമ്മ്യൂണിക്കേഷൻ ICDCയുടെ വേദി മുംബൈ. അടുത്തിടെ അമേരിക്കയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡത്തിന് അർഹനായത് ജോ ബൈഡൻ. അടുത്തിടെ ചൈന കമ്മീഷൻ ചെയ്ത അത്യാധുനിക സംവിധാനങ്ങളടങ്ങിയ ഇലക്ട്രോണിക് നിരീക്ഷണ കപ്പൽ CNS കയാങ്സിംഗ് മിസാർ. യൂറോപ്പിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ ആർട്ട് മ്യൂസിയം മ്യൂസിയോ അറ്റ്ലാന്റിക്കോ ലാൻസറേറ്റ് സ്പെയിൻ. 2015 ശേഷം ജനിച്ചവർക്ക് സിഗരറ്റ് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം റഷ്യ. പ്രഥമ ഡിപ്ലോമാറ്റ്സ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് കപ്പിന് വേദിയാകുന്നത് UAE. കണ്ണൂരിൽ ആരംഭിക്കുന്ന 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഹൈടെക് ആക്കുന്നതിനായി IIT@school പ്രോജക്ട് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ പൂമരം. ഫിഫയുടെ ഏറ്റവും പുതിയ റാങ്കിംഗ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 129. 1-ാം സ്ഥാനം അർജന്റീന, 2-ാം സ്ഥാനം ബ്രസീൽ. അടുത്തിടെ അന്തരിച്ച മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി സുർജിത് സിംഗ് ബർണാല. 2016-17 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ഗുജറാത്ത്. റണ്ണറപ്പ് മുംബൈ. മാൻ ഓഫ് ദ മാച്ച് പാർത്ഥിവ് പട്ടേൽ. അടുത്തിടെ അന്തരിച്ച ദ എക്സോസിസ്റ്റ് എന്ന പ്രശസ്ത നോവൽ രചിച്ച വ്യക്തി വില്യം പീറ്റർ ബ്ലാറ്റി. അടുത്തിടെ ബ്രിട്ടനും UAEയും സംയുക്തമായി ആരംഭിച്ച മിലിറ്ററി അഭ്യാസം സീ ഡാഗർ 2017. അടുത്തിടെ ശൂരനാട് കുഞ്ഞമ്പിള്ള പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ BC ബാലകൃഷ്ണൻ. UAEയിലെ ആദ്യ റോബോട്ടിക് ഫാർമസി ആരംഭിച്ചത് ദുബായ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മദ്യശാല ടോണിക് ഹൈദരാബാദ്. 2017 പ്രീമിയർ ബാഡ്മിന്റൺ ലീഗ് ജേതാക്കൾ ചെന്നൈ സ്മാഷേഴ്സ്. റണ്ണറപ്പ് മുംബൈ റോക്കറ്റ്സ്. കോയമ്പത്തൂരിൽ നടന്ന അഖിലേന്ത്യാ അന്ധ സർവകലാശാല അത്ലറ്റിക് മീറ്റിലെ ഓവറോൾ ജേതാക്കൾ
മംഗളൂരു സർവകലാശാല. രണ്ടാം സ്ഥാനം MG സർവകലാശാല. വനിതാ വിഭാഗം കിരീട ജേതാക്കൾ MG സർവകലാശാല. പുരുഷ വിഭാഗം കിരീട ജേതാക്കൾ മാംഗ്ലൂർ സർവകലാശാല. 62ാമത് ഫിലിം ഫെയർ അവാർഡ്സ് 2017. മികച്ച നടൻ അമീർ ഖാൻ, ചിത്രം ദംഗൽ. മികച്ച നടി ആലിയ ഭട്ട്, ചിത്രം ഉഡ്താ പഞ്ചാബ്. മികച്ച ചിത്രം ദംഗൽ. മികച്ച സംവിധായകൻ നിതേഷ് തിവാരി, ചിത്രം ദംഗൽ. ലൈഫ് ടൈം അച്ചീവ്മെന്റ് ശത്രുഘ്നൻ സിൻഹ. If you like our videos, please subscribe to our channel and don't forget to hit the like button below. For more question and answers, visit our website www.keralapscgk.com.